എന്റെ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല വാഹനമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ചെറിയ പൈസയ്ക്ക് നല്ല വാഹനങ്ങളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണണം. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇപ്പൊ ഡിസ്ക്രിപ്ഷൻ നമ്പർ ഉണ്ടാവും, തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക. അപ്പം ആദ്യം നിങ്ങൾ വീഡിയോയിലേക്ക് പോയാലോ. ഡൽഹി രജിസ്ട്രേഷനിലുള്ളൊരു ഇന്നോവയാണ്. ഇത് ഏത് മോഡൽ വരുന്നത്? 2015 മോഡൽ വരുന്ന ഒരു വാഹനമാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഒരു വാഹനമാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? 70,000 കിലോമീറ്റർ ഓടിന്. ജെനുവൻ ആണ്. കറക്റ്റ് ഷോറൂം സർവീസ് ഹിസ്റ്ററി കാര്യമെല്ലാം ഉള്ള വാഹനമാണ്. 70,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്നത് നല്ലൊരു വാഹനമാണ്. ഏകദേശം 90% ടയറുകളും കാര്യങ്ങളും ഉള്ളൊരു വാഹനമാണ്. 4 ടയറുകളും 90% ടയറുള്ള ഒരു വാഹനമാണ്. അത് പിന്നെ ഇന്റീരിയർ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. സുഖമായിട്ട് 8 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇതിനെ കുറിച്ച് കൂടുതലാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സുഖമായിട്ട് ദൂരയാത്രകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അത്യാവശ്യം ഒക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും ഇന്നോവയെ കൂടുതൽ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ കേരളത്തിലോട്ട് മാറ്റിയ ശേഷം മാത്രമാണ് കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അന്നേരം NOC കാര്യങ്ങൾ മാറ്റിയ ശേഷമുള്ള പ്രൈസ് എത്രയാണ്? ഇത് 12 രൂപ കൊടുക്കാം. 12 രൂപ. 12 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത ശേഷം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം തീർച്ചയായിട്ടും നല്ലൊരു വാഹനമാണ്. അധികം ഓടാത്ത ഒരു ഇന്നോവ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും, തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക. അടുത്ത ഡൽഹി രജിസ്ട്രേഷനിലുള്ള 2013-14 രജിസ്ട്രേഷനുള്ള ഒരു വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പുള്ള ഒരു വാഹനം. 1,10,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട്. അത്യാവശ്യം ടയറുകളും കാര്യങ്ങളും ഉള്ളൊരു വാഹനങ്ങൾ കൂടിയാണ്. 4 ടയറും പുതിയ ഇട്ടിരിക്കുന്ന ടയറാണ്. പിന്നെ നല്ല ഇന്റീരിയറും കാര്യങ്ങളും ഉള്ളൊരു വാഹനങ്ങൾ കൂടിയാണ്. നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വാഹനം എന്ന് വേണമെങ്കിൽ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. നല്ല ഷൈനിങ് ഇപ്പോൾ നല്ല നിൽക്കുന്ന ഒരു വാഹനം. അപ്പം നമ്മൾ ഈ ഒരു വാഹനത്തിന് ഇപ്പം പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം എടുത്ത് ശിക്ഷ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് ഫുൾ ക്ലിയർ ആക്കിയിട്ട് NOC എടുത്ത് ഇവിടത്തേക്ക് മാറിയിട്ട് 7,500 കിട്ടിയാൽ കൊടുക്കാം. 7.5 ലക്ഷം രൂപ കിട്ടുന്നതാണ്. അപ്പം ചെറിയൊരു വിലയ്ക്ക് നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ നമ്പർ ഉണ്ടാവും, തീർച്ചയായിട്ടും വിളിക്കും. 2013 മോഡലിലൊരു ടൊയോട്ട കൊറോളയാണ്. ഒരു ഇറങ്ങുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊയോട്ടയുടെ ഒരു പ്രീമിയം വാഹന ലിസ്റ്റിൽ പെട്ട ഒരു വാഹനമാണ്. പക്ഷെ നഗരങ്ങളിൽ അത്യാവശ്യമൊക്കെ കീഴിലുള്ള വലിയൊരു വാഹനം എന്ന് വേണമെങ്കിൽ പറയാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് ഈ വാഹനം. കാരണം വെച്ചാൽ ഇന്റീരിയലും കാര്യങ്ങളൊക്കെ നല്ല ഫുൾ സ്പേഷ്യസ് ആണ്. പക്ഷെ സുഖമായിട്ട് ബാക്ക് സീറ്റിലേക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4 പേർക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന വലിയൊരു വാഹനം, നല്ല വീതിയും നീളവും ഒക്കെ ഉള്ള നല്ലൊരു വാഹനം കൂടിയാണ്. അതിന്റെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വാഹനം ഇഷ്ടപ്പെടും. ഇതിന്റെ ശേഷം ഫ്രണ്ട് സൈഡും കാര്യങ്ങളും നിങ്ങൾ ഡെലിവറി ശേഷം നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാനുണ്ടല്ലേ? ഫ്രണ്ട് കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് പോളിഷ് വർക്കും കാര്യമെല്ലാം ബാക്കിയുണ്ട്, എല്ലാം ചെയ്തിട്ട് കൊടുക്കാം. ഇത് ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഒരു വാഹനമാണ്. ഏകദേശം ഒരു 1,00,000 കിലോമീറ്റർ ഒന്നിന് മുകളിൽ ഓടിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. പിന്നെ നമ്മൾ ഈ NOC എടുത്തിട്ട് ഇവിടത്തേക്ക് മാറിയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ 4.5 വരും. 4.5 പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നതാണ്. NOC എടുത്തു കൊടുക്കുന്നുണ്ട്. NOC എടുത്തു കൊടുക്കുന്ന ഒരു 3.4 കിട്ടിയാൽ കൊടുക്കാം. ഒരു 3.4 ആ റേഞ്ചിൽ കിട്ടും. ഇതും ഡൽഹി രജിസ്ട്രേഷൻപ്പെട്ട ഒരു വാഹനം കൂടിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വാഹനം കണ്ട ഇഷ്ടപ്പെടും. പക്ഷെ ടയറുകളും കാര്യങ്ങളെല്ലാം ആവറേജ് നല്ല രീതിയിൽ തന്നെയുള്ള ടയറുകളാണ്. 4 ടയറുകളും അത്യാവശ്യം ഉള്ള ടയറാണ്. ഇന്റീരിയലും കാര്യങ്ങളും നല്ല നീറ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു വാഹനം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബാക്ക് സീറ്റിലൊക്കെ വേണമെങ്കിൽ സാധാരണ 3 പേരെന്ന് പറയുന്നത് ഇരുന്നാണെങ്കിൽ 4 പേർക്കും സുഖമായിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റും, സ്വസ്ഥമായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന ഒരു വാഹനം. തീർച്ചയായിട്ടും ഈ പ്രൈസ് നിങ്ങൾക്ക് ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വാഹനം സ്വന്തമാക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും, തീർച്ചയായിട്ടും വിളിക്കുക.